സോ ഹലോ ഗൈസ്, വെൽക്കം ടു യുവർ ചാനൽ പിപ്സ് ട്രൈബ്. സോ നിങ്ങൾ തമ്മിലിൽ കണ്ടതുപോലെ നമ്മൾ നോക്കാൻ പോണത് എന്താണ് ഒരു ക്യാൻഡിൽ. അറ്റ്ലീസ്റ്റ് ഈ ഒരു ക്യാൻഡിൽ മതി നമുക്ക് പ്രോഫിറ്റബിൾ ആയി തീരാൻ വേണ്ടിയിട്ട്. ഒരു സിംഗിൾ ക്യാൻഡിലിന്റെ മൂവ് മതി നമുക്ക് ഒരു ദിവസത്തെ ട്രേഡ് ചെയ്ത് നമുക്ക് പ്രോഫിറ്റ് ഉണ്ടാക്കാൻ വേണ്ടിയിട്ട്. സോ നമ്മൾ ആ ടോപ്പിക്കാണ് നോക്കാൻ പോണത്. എ സിംഗിൾ ക്യാൻഡിൽ ഈസ് ഇനഫ് ഫോർ പ്രോഫിറ്റബിലിറ്റി. അപ്പോൾ നമുക്ക് സമയം കളയാണ്ട് നേരെ വീഡിയോയിട്ട് ജിമ്മിൻ ചെയ്യാം. അപ്പം ഞാനിവിടെ ആദ്യം എടുത്തു വെച്ചിരിക്കുന്നത് വെച്ചാൽ DXYയുടെ ചാർട്ടാണ് എടുത്തു വെച്ചിരിക്കുന്നത്. അപ്പൊ നമ്മൾ 4 hour നോക്കുന്ന സമയത്ത് നമുക്ക് കാണാൻ സാധിക്കും ക്ലിയർലി ഒരു ബുള്ളിഷ് ട്രെൻഡിലാണ് ചാർട്ട് ഉള്ളത്. ഓക്കെ, ഹൈസ് ബ്രേക്ക് ചെയ്ത് പോയിക്കൊണ്ടിരിക്കുകയാണ്. അപ്പൊ നിങ്ങൾക്കറിയാം മേളിലോട്ടും അപ് ട്രെൻഡ് ആയിട്ടുള്ള മാർക്കറ്റിൽ നമ്മൾ എന്ത് ചെയ്യണം? ബൈ ചെയ്യണം. സെൽ ചെയ്യാൻ വേണ്ടി നമ്മൾ നോക്കരുതെന്ന് പറയാം. ഓക്കെ, അപ്പൊ നമ്മൾ ബൈ ചെയ്യാം. അപ്പൊ നമുക്ക് എങ്ങനെ ഈ സെറ്റപ്പ് കണ്ടെത്താം? ഓക്കെ, ഒരു സിംഗിൾ ക്യാൻഡിൽ വന്ന് ഞാൻ പറഞ്ഞല്ലോ, ഞാൻ കാണിച്ചു തരാം എന്താ ചെയ്യണത് എന്നുള്ളത്. വളരെ സിമ്പിൾ ആയിട്ടുള്ള കോൺസെപ്റ്റ് ആണ് കേട്ടോ. ഓക്കെ, അപ്പോൾ നമ്മൾ ആദ്യം ചെയ്യേണ്ട കാര്യം എന്ന് ചോദിക്കാൻ, നമ്മൾ ആദ്യം ചെയ്യേണ്ടത് ഒരു 4 hour നമ്മൾ ചെയ്യാൻ പോകുന്ന ഏത് സെഷനാണോ, അപ്പോൾ നിങ്ങൾ ചെയ്യുന്ന ലണ്ടൻ സെഷൻ ആയിരിക്കും അല്ലെങ്കിൽ ന്യൂയോർക്ക് സെഷൻ ആയിരിക്കും. അപ്പോൾ ആ സെഷന് മുമ്പുള്ള അല്ലെങ്കിൽ ആ സെഷനിലുള്ള കറണ്ടിലുള്ള 4 hour ക്യാൻഡിലെ ഹൈ ലോ നമ്മൾ മാർക്ക് ചെയ്യുക. കാരണം നമ്മൾ ഉപയോഗിക്കുന്ന 4 hour എന്ന് ചോദിക്കുന്നത് ഇൻട്രാഡേ ട്രേഡിംഗിൽ ഏറ്റവും വലിയ ഇമ്പോർട്ടൻറ്റ് ടൈം ഫ്രെയിം ആണ് 4 hour. നമുക്ക് ആ 4 hour മതി നമുക്ക് ഇൻട്രാഡേയിൽ പ്രോഫിറ്റ് ഉണ്ടാക്കാൻ വേണ്ടിയിട്ട്. കാരണം നമ്മൾ നോക്കുന്നത് കുറച്ച് മണിക്കൂറത്തേക്കോ അല്ലെങ്കിൽ കുറച്ച് മിനിറ്റത്തേക്കോ വേണ്ടിയിട്ടാണ് നമ്മൾ സ്കാൽപ്പ് ചെയ്യുകയാണ് ചെയ്യുന്നത്. ഓക്കെ, നമ്മൾ ഒരിക്കലും ഇങ്ങനെ ഹോൾഡ് ചെയ്യുന്ന ആൾക്കാരല്ല. സോ നമ്മൾ 4 hourന്റെ ഒരു ക്യാൻഡിലെ ഹൈ ലോ മാർക്ക് ചെയ്ത്, ഇപ്പോൾ എക്സാമ്പിൾ എടുക്കുകയാണെങ്കിൽ ഈ ഒരു ക്യാൻഡിൽ ഹൈ ലോ ഞാൻ മാർക്ക് ചെയ്യാൻ പോകണം കേട്ടോ. ഇതാണ് ഇതിന്റെ ഹൈ, ഇതാണ് അതിന്റെ ലോ. ഓക്കെ, അതിന്റെ ഞാനാണെങ്കിൽ ഡൗൺ ടു 50 minute ടൈം ഫ്രെയിമിലേക്ക് ഞാൻ പോവുകയാണ് കേട്ടോ. അപ്പോൾ നിങ്ങൾക്ക് കാണാൻ സാധിക്കും. ഓക്കെ, മാർക്കറ്റ് താഴത്തോട്ട് ഇറങ്ങി വന്നു. ആ ഒരു ചെറിയ പുൾ ബാക്കിന് ശേഷം അതിന്റെ മാർക്കറ്റ് മേളിലോട്ട് കയറുന്നതാണ് കാണുന്നത്. നമുക്കറിയാം അപ് ട്രെൻഡിലാണ് ഇരിക്കുന്നത്. അപ്പോൾ നമ്മൾ എന്ത് നോക്കണം? ബൈസിന് വേണ്ടി നോക്കും. ഓക്കെ, മാർക്കറ്റ് വരുന്നതാണ് ആ ഒരു 4 hour ക്യാൻഡിൽ. മാർക്കറ്റ് വരുന്നു, ഒരു ലോ ക്രിയേറ്റ് ചെയ്യുന്നു. അതിൻ്റെയാണെങ്കിൽ ആ ഒരു കറന്റ് ഉള്ള 4 hour ക്യാൻഡിൽ ഹൈ ആയിരുന്നു ഈ കാണുന്നത്. ആ ഹൈനെ ബ്രേക്ക് ചെയ്തു. നെക്സ്റ്റ് 4 hour ക്യാൻഡിലാട്ടോ. നെക്സ്റ്റ് 4 hour ക്യാൻഡിൽ ഇതാണ് നെക്സ്റ്റ് 4 hour ക്യാൻഡിൽ എന്ന് കാണിക്കുന്നത്. ആ നെക്സ്റ്റ് 4 hour ക്യാൻഡിൽ ബ്രേക്ക് ചെയ്തു, വരുന്നു, റീടെസ്റ്റ് ചെയ്യുന്നു. ആൻഡ് വി ആർ ഗെറ്റിംഗ് എൻ എൻഗൾഫിംഗ് ക്യാൻഡിൽ. അപ്പം നമുക്ക് കൺഫേം ചെയ്യാം എന്താണ് ട്രെൻഡ് ബുള്ളിഷ് ആവുകയാണ്. പ്രീവിയസ് 4 hour ക്യാൻഡിൽ എന്തായിരുന്നു? ബുള്ളിഷ് ആയിരുന്നു. ആ 4 hour ക്യാൻഡിലിന്റെ ഹൈ ബ്രേക്ക് ചെയ്തു. അപ്പൊ എന്താണ്? ഹൈ ബ്രേക്ക്, സ്ട്രക്ചറിന്റെ ഹൈ ബ്രേക്ക് ചെയ്യുകയാണ്. അപ്പൊ ഹൈസ് ബ്രേക്ക് ചെയ്യുന്നതിന്റെ അർത്ഥം എന്താണ്? നമ്മുടെ ഡയറക്ഷൻ മുമ്പോട്ട് പോവുകയാണ്, മീൻസ് അപ് ട്രെൻഡ് ആവുകയാണ്. അപ്പോൾ ഹൈ ഇവിടെ ഈ കാണാൻ സാധിക്കും, ഇവിടെ ഹൈ ബ്രേക്ക് ചെയ്തു. ഇതായിരുന്നു ആ ഒരു 4 hour ക്യാൻഡിലിന്റെ ഹൈ. അതിനെ ബ്രേക്ക് ചെയ്തു. നെക്സ്റ്റ് 4 hour ക്യാൻഡിലിന്റെ മൊമെന്റം വന്ന് ബ്രേക്ക് ചെയ്തു. റീടെസ്റ്റ് ആയിരുന്നു, ഒരു എൻഗൾഫിംഗ് ക്യാൻഡിൽ. ഈ ഒരു പാറ്റേൺ നമുക്ക് വേണ്ടത്. ഹൈ ടൈം ഫ്രെയിം ചെന്നിട്ട് പ്രൈസ് ലെവൽസ് മാർക്ക് ചെയ്യുക. ഒരു ബുള്ളിഷ് ട്രെൻഡിലാണ് നമ്മൾ എന്താണ് അപ്പിന് വേണ്ടിയിട്ടാണ് നോക്കുന്നത്. അപ്പൊ നമ്മൾ എപ്പോഴും നോക്കേണ്ട കാര്യം എന്ന് വെച്ചാൽ ഒരു പ്രീവിയസ് ഹൈ സ്വീപ്പ് ചെയ്യുക, മീൻസ് ബ്രേക്ക്ഔട്ട് ചെയ്യുക. ബ്രേക്ക്ഔട്ടിന് ശേഷം നമുക്ക് റീടെസ്റ്റ് വരുന്നു വിത്ത് ആൻ എൻഗൾഫിംഗ് ക്യാൻഡിൽ. ഇതാണ്ടോ, ബ്രേക്ക്ഔട്ട് ചെയ്യുന്നു ആൻഡ് നമുക്ക് റീടെസ്റ്റ് വരുന്നു വിത്ത് ആൻ എൻഗൾഫിംഗ് ക്യാൻഡിൽ. നമുക്ക് എന്ത് ചെയ്യാൻ പറ്റും? ഇവിടുന്ന് ഒരു ലോങ് പൊസിഷൻ നമുക്ക് ഈസി ആയിട്ട് റീടെസ്റ്റിന്റെ അവിടെ നിന്ന് എൻട്രി എടുക്കാൻ പറ്റും. ആൻഡ് ഇവിടുന്ന് എടുക്കാൻ പറ്റും. എന്താ ചെയ്യേണ്ടതെന്ന് നോക്കുകയാണെങ്കിൽ നമ്മുടെ എസ് എൽ നമ്മൾ ആ ഒരു ക്യാൻഡലിന്റെ ബിലോ കൊണ്ട് വെക്കുക, ആ എൻഗൾഫിംഗ് ക്യാൻഡലിന്റെ ബിലോ കൊണ്ട് വെക്കുക. ആൻഡ് TP നിങ്ങൾക്ക് ലെവൽ അനുസരിച്ച് സ്ട്രക്ചർ അനുസരിച്ച് നിങ്ങൾക്ക് സെലക്ട് ചെയ്യാൻ പറ്റും. അല്ലെങ്കിൽ ഞാൻ പറയുകയാണെങ്കിൽ സേഫ് സോണിലേക്ക് 1:2 നമുക്ക് സെലക്ട് ചെയ്യാൻ പറ്റും. കാരണം ഏതെല്ലാം പ്രൈസ് ലെവലിൽ വരെ പോകണമെന്ന് നമുക്ക് ഒരിക്കലും പറയാൻ പറ്റത്തില്ല. അപ്പോൾ നമ്മൾ ഒരു സേഫ് സോൺ വേണ്ടി നമ്മൾ 1:2 റിസ്ക് റിവാർഡ് റേഷ്യോയിൽ നമ്മൾ മാർക്കറ്റ് TP സെറ്റ് ചെയ്ത് വെക്കും. അതിനുശേഷം വേണമെങ്കിൽ നിങ്ങൾക്ക് ട്രെയിൽ ഡൗൺ ചെയ്ത് നമുക്ക് SL കൊണ്ടുവരാൻ അല്ലെങ്കിൽ പ്രോഫിറ്റ് നമുക്ക് ബുക്ക് ചെയ്യാൻ സാധിക്കും. അപ്പൊ ഇങ്ങനെയാണ് ഒരു സിംഗിൾ ക്യാൻഡിൽ വെച്ചിട്ട് നമുക്ക് എങ്ങനെയാണ് ബുള്ളിഷ് ട്രെൻഡിൽ നമുക്ക് ട്രേഡ് എടുക്കാൻ പറ്റുമെന്ന് നോക്കി. ഇനി നമ്മൾ ബിയർ ട്രെൻഡിൽ എങ്ങനെയാണ് ഒരു സിംഗിൾ ക്യാൻഡിൽ വെച്ചിട്ട് ട്രേഡ് എടുക്കാൻ നമുക്ക് നോക്കാം. വളരെയധികം സിമ്പിൾ ആയിട്ടുള്ള ഒരു കോൺസെപ്റ്റ് ആണ് കേട്ടോ ഇത്. എക്സാമ്പിൾ നോക്കുകയാണെങ്കിൽ നമ്മുടെ ജി ജെ കറന്റ് നമുക്ക് കാണാൻ സാധിക്കും ഒരു ബീറിഷ് ട്രെൻഡിലാണുള്ളത്. മാർക്കറ്റ് മുകളിലോട്ടല്ല പോയിക്കൊണ്ടിരിക്കുന്നത്, വളരെയധികം ഡൗൺ സൈഡ് വന്നുകൊണ്ടിരിക്കുകയാണ് മാർക്കറ്റ്. ഓക്കെ, നിങ്ങൾക്ക് കാണാൻ സാധിക്കും മാർക്കറ്റിന്റെ സ്ട്രക്ചർ ലോവർ ഹൈസ് ലോവർ ലോസ് ആണ് ക്രിയേറ്റ് ചെയ്തുകൊണ്ടിരിക്കുന്നത്. ഓക്കെ, അപ്പൊ നിങ്ങൾക്ക് കാണാൻ സാധിക്കും ഈ ഒരു ക്യാൻഡിൽ, ഞാൻ ഇപ്പോൾ കറന്റ് കഴിഞ്ഞ ദിവസം ഒരു പ്രൈസ് ആക്ഷൻ നിങ്ങൾ കാണിച്ചു തരുന്നത്. ഓക്കെ, ഈ ഒരു ക്യാൻഡിൽ നോക്കുക. ആ ഒരു ക്യാൻഡിൽ പ്രൈസ് ലെവൽസ്, പ്രൈസ് ഹൈയും ലോയും നമ്മൾ മാർക്ക് ചെയ്ത് വെക്കുക. ഓക്കെ, നമ്മൾ മാർക്ക് ചെയ്ത് വെച്ചാൽ നമ്മൾ 50 minute ടൈം ഫ്രെയിമിലോട്ടേക്ക് പോവുക. ഓക്കെ, അപ്പൊ നിങ്ങൾക്ക് കാണാൻ സാധിക്കും നമ്മുടെ ട്രെൻഡ് എന്താണ്, ബീറിഷ് ട്രെൻഡ് ആണെന്ന് നമുക്കറിയാം.
ഓക്കെ. ഇവിടെയാണെങ്കിൽ നമുക്ക് ഹയർ ഹൈസ് ബ്രേക്ക് ചെയ്യാൻ പറ്റിയിട്ടില്ല. മാർക്കറ്റ് വീണ്ടും താഴത്തോട്ട് വന്നുകൊണ്ടിരിക്കുകയാണ്. അപ്പോൾ നമുക്ക് എന്താ പറയാം, സെല്ലാണ് ചെയ്യേണ്ടത് നമുക്കറിയാം. അപ്പോൾ നമ്മുടെ ഈ ലെവലില് ഈ ഫോർവേഡ് ക്യാൻഡലിന്റെ ലോനെ ബ്രേക്ക് ചെയ്തു. നമുക്ക് മനസ്സിലായി സ്ട്രക്ചറിൽ നമ്മൾ ലോവർ ലോസ് ബ്രേക്ക് ചെയ്യുന്ന സമയത്ത് നമ്മൾ എന്താണ് ബീറിഷ് ട്രെൻഡിലാണ് നമുക്കറിയാം. ഓക്കെ, നമ്മുടെ ലോവർ ലോസ് ആണ് ബ്രേക്ക് ചെയ്തിരിക്കുന്നത്. അതിനുശേഷം നിങ്ങൾക്ക് കാണാൻ സാധിക്കും ഒരു എൻഗൾഫിംഗ് ക്യാൻഡിൽ. നമ്മൾ പറഞ്ഞല്ലോ ബ്രേക്ക് ഔട്ട് ആൻഡ് റീടെസ്റ്റ്. നമുക്ക് റീടെസ്റ്റ് കിട്ടിയില്ല, പക്ഷെ നമുക്ക് എന്ത് കിട്ടി, എൻഗൾഫിംഗ് ക്യാൻഡിൽ കിട്ടി. ബ്രേക്ക് ഔട്ട് ആൻഡ് റീടെസ്റ്റും കൂടി കിട്ടുവാണെങ്കിൽ നമ്മുടെ പ്രോബിലിറ്റി കൂടുവാണെന്ന് അതിന്റെ അർത്ഥം. ഇവിടെ നമുക്കാണെങ്കിൽ റീടെസ്റ്റ് കിട്ടിയില്ല, ബട്ട് എൻഗൾഫിംഗ് ക്യാൻഡിൽ കിട്ടി. നമുക്ക് സുഖമായിട്ട് ഇവിടെ ഒരു ഷോർട്ട് ഓപ്ഷൻ വെക്കാൻ പറ്റും സുഖമായിട്ട്. ഇതാണ്ടോ ഈ ഒരു അതിന്റെ ക്ലോസിങ് വെക്കുക, എസ് എൽ കൊണ്ട് ഈ ക്യാൻഡിൽ വെക്കുക. ഓക്കെ, 1:, I think 1.31. 1.31 ഉണ്ട്. വീണ്ടും ക്യാൻഡിൽ റീടെസ്റ്റ് വന്നതിന് ശേഷം വീണ്ടും മാർക്കറ്റ് ഇറങ്ങിക്കൊണ്ടിരിക്കുകയാണ്. അപ്പോൾ അതാണ് ഞാൻ പറഞ്ഞത്, വളരെയധികം സിമ്പിൾ ആയിട്ടുള്ള കാര്യം തന്നെയാണ്. അപ്പോൾ ഇത്രയേ ഉള്ളൂ ഇതിന്റെ കോൺസെപ്റ്റ് എന്ന് പറയുകയാണെങ്കിൽ. ഞാൻ ഒന്നും കൂടി വരച്ച് കാണിച്ചു തരാം സമ്മറൈസ് ചെയ്യാൻ വേണ്ടിയിട്ട്. ഓക്കെ, അപ്പം നമുക്ക് ഒരു ക്യാൻഡിൽ ഉണ്ടെങ്കിൽ അതിന്റെ ബുള്ളിഷ് ക്യാൻഡിൽ ആണെങ്കിൽ അതിന്റെ ഹൈയും അതിന്റെ ലോയും മാർക്ക് ചെയ്ത് വെക്കുക. ഓക്കെ, ഇതാണ് ഒരു ക്യാൻഡിൽ എന്ന് വിചാരിക്കുക. ഓക്കെ, ഇതാണ് ഒരു ക്യാൻഡിൽ എന്ന് വിചാരിക്കുക. അപ്പോൾ ഇതാണ് ഒരു 4 ഹവറിലെ ഒരു ക്യാൻഡിൽ എന്ന് വിചാരിക്കുക. അപ്പോൾ നമ്മൾ ഈ ബുള്ളിഷ് സെഗ്മെന്റ് ആണെന്ന് വിചാരിക്കുക. അപ്പോൾ ഈ ഫോർവേഡ് ക്യാൻഡിൽ ഹൈ ലോയെ നമ്മൾ മാർക്ക് ചെയ്ത ശേഷം നെക്സ്റ്റ് ഫോർവേഡ് ക്യാൻഡിൽ ഈ ഹൈനെ ബ്രേക്ക് ചെയ്ത് വന്നിട്ട് നമുക്ക് റീടെസ്റ്റ് വന്നിട്ട് നമുക്ക് എന്ത് ചെയ്യും, ഒരു എൻഗൾഫിംഗ് ക്യാൻഡിൽ ഇവിടെ ഫോം ആവും. ആ ഇവിടെ എൻഗൾഫിംഗ് ക്യാൻഡിൽ ഫോം ആയി കിട്ടും നമുക്ക്. ഓക്കെ, അതിനുശേഷം നമ്മൾ എന്ത് ചെയ്യും, ഈ എപ്പോഴാണ് ഈ ക്യാൻഡിൽ ഫിനിഷ് ചെയ്യുന്നത് അവിടെ നമ്മൾ എന്ത് ചെയ്യും, എൻട്രി എടുക്കും. ഇവിടെ നമ്മൾ എസ് എല്ലും വെക്കും, ഇങ്ങോട്ട് നമ്മൾ ടാർഗറ്റ് സെറ്റ് ചെയ്ത് വെക്കും. ഓക്കെ, ഇങ്ങനെയാണ് നമ്മൾ ഫോർവേഡ് ടൈം ഫ്രെയിമിൽ നമ്മൾ എന്ത് ചെയ്യുക, സെറ്റ് ചെയ്യുന്ന കാര്യങ്ങൾ. ഓക്കെ, ഇനി നമ്മൾ ബിയറിഷ് സെഗ്മെന്റ് വരുവാണെങ്കിൽ നമ്മൾ എന്ത് ചെയ്യും, ഒരു ബിയറിഷ് ക്യാൻഡിൽ നമ്മൾ എന്ത് ചെയ്യും, ഹൈ ലോയും നമ്മൾ എന്ത് ചെയ്യും, മാർക്ക് ചെയ്ത് വെക്കും. അപ്പോൾ ഇതാണ് ഒരു ബിയറിഷ് ക്യാൻഡിൽ സങ്കല്പിക്കുക. ഓക്കെ, ഇതാണ് ഒരു ബീറിഷ് ക്യാൻഡിൽ. എന്നിട്ട് എപ്പോഴാണ് നെക്സ്റ്റ് 4 ഹവർ ക്യാൻഡിൽ ഈ ബീറിഷ് ക്യാൻഡിലെ ലോ സെറ്റ് ചെയ്യുന്നത്, അതിനുശേഷം നമുക്ക് എന്ത് ചെയ്യുന്നു, റീടെസ്റ്റ് വരുന്നു. ഇവിടെ നമുക്കൊരു എൻഗൾഫിംഗ് ക്യാൻഡിൽ കിട്ടുന്നു. ആ എൻഗൾഫിംഗ് ക്യാൻഡിന് ശേഷം നമ്മൾ എന്ത് ചെയ്യും, ഇവിടെ നമ്മൾ എന്ത് ചെയ്യും, എൻട്രി പ്ലേസ് ചെയ്യും. ഇവിടെ നമ്മൾ ടി പി പ്ലേസ് ചെയ്യും. ഇതിന്റെ മുകളിൽ നമ്മൾ എന്ത് ചെയ്യും, എസ് എൽ പ്ലേസ് ചെയ്യും. ഇങ്ങനെ നമുക്ക് ജസ്റ്റ്ലി 4 ഹവർ ക്യാൻഡിൽ മാത്രം നോക്കിക്കൊണ്ട് നമുക്ക് എന്ത് ചെയ്യാൻ പറ്റും, ട്രേഡ് ഓപ്പർച്യൂണിറ്റീസ് കിട്ടും. നമുക്ക് ട്രേഡ് ഓപ്പർച്യൂണിറ്റീസ് കിട്ടും, അതുപോലെ നമുക്ക് ടി പി നമുക്ക് സ്മാഷ് ചെയ്യാൻ പറ്റും. അപ്പോൾ ഇതാണ് ഞാൻ പറഞ്ഞത്, ഒരു സിംഗിൾ ക്യാൻഡിൽ മതി നമുക്ക് ഇൻട്രാ ട്രേഡായി നമുക്ക് ഒരു സിംഗിൾ ക്യാൻഡിൽ മതി നമുക്ക് ഒരു ദിവസം പ്രോഫിറ്റബിലിറ്റി കണ്ടെത്താൻ വേണ്ടിയിട്ട്. ഈ ഒരു ക്യാൻഡിൽ നിങ്ങൾ ബാക്ക് ചെയ്ത് നോക്കി നിങ്ങൾക്ക് എപ്പോഴും കാണാൻ സാധിക്കും. നെക്സ്റ്റ് ക്യാൻഡിൽ പ്രോബബ്ലി എന്തായിരുന്നു ഇപ്പോൾ കറണ്ട് ക്യാൻഡിൽ മീൻസ് ഇപ്പോൾ ഒരു ആദ്യത്തെ ക്യാൻഡിൽ ഒരു ബുള്ളിഷ് ക്യാൻഡിൽ ആവുകയാണെങ്കിൽ നെക്സ്റ്റ് ഫോർവേഡ് ക്യാൻഡിൽ ബുള്ളിഷ് ആവാനുള്ള ചാൻസ് ആണ് ഏറ്റവും കൂടുതൽ തവണ ഉള്ളത്. ബീറിഷ് ആകാം, ബട്ട് ഏറ്റവും കൂടുതലുള്ള പ്രോബിലിറ്റി ബുള്ളിഷ് ആകാനുള്ള ചാൻസ് ഉള്ളൂ. അപ്പം നിങ്ങൾ നോക്കുക, ഈ കാണുന്ന ഈ ഒരു ഫോർമേഷൻ അല്ലെങ്കിൽ ഈ ഒരു പാറ്റേൺ റെക്കഗ്നീഷൻ നിങ്ങൾക്ക് എപ്പോഴും കാണാൻ സാധിക്കും. ആദ്യം ഒരു ഹൈ ലോ ഉണ്ടാക്കുന്ന ഒരു ക്യാൻഡിൽ, ആ ക്യാൻഡിൽ ലോ ബ്രേക്ക് ചെയ്യുന്നില്ല, ഹൈ ബ്രേക്ക് ചെയ്യുന്നിട്ട് റീടെസ്റ്റ് വരുന്നു. പിന്നെ മാർക്കറ്റ് കണ്ടിന്യൂ അപ്പ് ഓർ കണ്ടിന്യൂ ഡൗൺ. ഇത് എപ്പോഴും റിപ്പീറ്റ് ചെയ്യണം മാർക്കറ്റ്. ഇങ്ങനെയാണ് മാർക്കറ്റിന്റെ സ്ട്രക്ചർ. മാർക്കറ്റിന്റെ സ്ട്രക്ചർ ആണ് ഇപ്പോൾ നിങ്ങൾ കണ്ടുപിടിക്കുന്നത്. ഇതെല്ലാം ഇന്റർലൈൻഡ് ആണ്. മാർക്കറ്റ് സ്ട്രക്ചർ, സപ്ലൈ ആൻഡ് ഡിമാൻഡ് എല്ലാം ഇതുപോലെ തന്നെയാണ് വർക്ക് ചെയ്യുന്നത്. ഓക്കെ, അപ്പോൾ ഇതെല്ലാം ഇന്റർലൈൻഡ് ആണ്. നിങ്ങൾ ആദ്യം പഠിക്കുന്നത് നിങ്ങൾ ഓർക്കും സപ്ലൈ ആൻഡ് ഡിമാൻഡ് വേറെ, സപ്പോർട്ട് റെസിസ്റ്റൻസ് വേറെ, എല്ലാം വേറെ എന്ന് വിചാരിക്കും. പക്ഷെ മാർക്കറ്റിൽ ഉള്ളിൽ എല്ലാം സെയിം തന്നെയാണ്. അല്ലാണ്ട് ഡിഫറെന്റ് കോൺസെപ്റ്റുകൾ ഒന്നുമല്ല. എല്ലാത്തരം കാര്യങ്ങളും എന്താ പറയുക, ഈ എല്ലാ മതങ്ങളും ഒന്നെന്ന് അറിയത്തില്ല. അതുപോലെ തന്നെയാണ് ഈ പരിപാടിയും. പല സ്ട്രാറ്റജീസ് ഉണ്ടായിരിക്കും, പല ട്രേഡിംഗ് മെത്തേഡ്സ് ഉണ്ടായിരിക്കും. ബട്ട് അറ്റ് ദ എൻഡ് ഓഫ് ദ ഡേ ഇതെല്ലാം സെയിം ആണ്. ഓക്കെ, നമ്മൾ എടുക്കുന്ന എൻട്രി സോൺസ് ഡിഫറെന്റ് ആണെന്ന് മാത്രമേ ഉള്ളൂ. ഓക്കെ, ബട്ട് അക്കോർഡിംഗ് ടു മീ എല്ലാ സ്ട്രാറ്റജീസും ഒരുപോലെ തന്നെയാണ് വർക്ക്ഔട്ട് ആവുന്നത്. നമ്മൾ കീ ലെവൽസ് തന്നെയാണ് നമ്മൾ മാർക്കപ്പ് ചെയ്യാൻ വേണ്ടി നോക്കുന്നത്. അപ്പോൾ നിങ്ങൾ ഈ സ്ട്രാറ്റജി ഒന്ന് ട്രൈ ഔട്ട് ചെയ്ത് നോക്കുക. ഒരൊറ്റ സിംഗിൾ ക്യാനിൽ നമുക്ക് ആ ഒരു എന്താണ് സെഷനിലെ ട്രേഡ് കിട്ടാൻ വേണ്ടിയിട്ട്. ഓക്കെ, അപ്പൊ നെക്സ്റ്റ് വീഡിയോയിൽ വീണ്ടും വരാം. അതുവരെ സൈനിങ് ഓഫ്.